കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയോടുകൂടി ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പാൽപ്പായസത്തിന് വേണ്ടുന്ന പാല് നമ്മളൊരു 1 ലിറ്റർ പാലാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലൊരു 1/2 ലിറ്റർ ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചൂടായി ഒരു തിള വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് അരി ഇടാവുന്നതാണ്. അരി ഞാൻ ഇവിടെ മറ്റേ പൊടിയരി ഉണ്ടല്ലോ, കഞ്ഞി വെക്കുന്ന പൊടിയരി ബ്രോക്കൺ റൈസാണ് എടുത്തിരിക്കുന്നത്, മട്ട റൈസിൻ്റെത്. അത് കഴുകി ഒരു 1/2 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ആ പാലിൽ കിടന്ന് തിളയ്ക്കണം. തിളച്ച് ആ പാലിൻ്റെ സത്തെല്ലാം ആ അരിയിൽ പിടിച്ചു വരുന്നത് വരെ അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നതായിരിക്കും. അരി പാലിൽ കിടന്ന ആ അരി നന്നായിട്ട് വെന്ത് വരണം. അരി വെന്ത് പാല് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പാല് തിക്നെസ് അരി കിടന്ന് വെന്ത് പാല് വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, അതായത് ഇനിയിപ്പം ഞാൻ 1/2 ലിറ്റർ പാലാണ് ആദ്യം ഒഴിച്ച് അരി വേവാനായിട്ട് വെച്ചത്. ഇനി അത് കൂടാതെ ആവശ്യത്തിന് പാലൂടെ 1 ലിറ്ററാണ് ഞാൻ കരുതിയിരുന്നത്. ഒരു 1/2 പാലൂടെ ഞാൻ ഒഴിക്കും. 1/2 ലിറ്ററിൻ്റെ 1/2. മാറ്റി വെച്ചിരുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു പകുതിയും കൂടെ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പൊടിയരി ആയതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്. അല്ലാതെ മറ്റേ പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പച്ചരി ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഒഴിക്കേണ്ടി വരുന്നതായിരിക്കും. ഇന്ന് വിഷു ആയതുകൊണ്ട് ഭഗവാന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പാൽപ്പായസം ഉണ്ടാക്കിയത്. അരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത ശേഷം ഏലക്കയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക, സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ചിലർ ഇതിൽ നെയ്യ് ചേർക്കും. ഇപ്പം ഞാനധികം നെയ്യ് ചേർക്കുന്നില്ല. ഏലക്ക വെറുതെ ഒന്ന് പൊളിച്ച്, അതിൻ്റെ തോട് പൊളിച്ച് അങ്ങനെ ഇടുകയാണ്. പായസം റെഡിയാണ്. ഇനി സിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്.